എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളതാണ്. നമ്മുടെ അടുത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ. എങ്ങനെയാണ് സ്കിന്ന് ഗ്ലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കുക ഡോക്ടറെ എന്നുള്ളത്. അപ്പം ഇത് നമ്മുടെ സൗന്ദര്യം ഒരുപാട് പേര് വളരെയധികം നോക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് കൊറിയൻ ഗ്ലാസ് സ്കിൻ ആണ്. അപ്പൊ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പലരും ആഗ്രഹിക്കുന്ന ഒരു സ്കിൻ ടെക്സ്ചർ ആണ് അല്ലെ. അത് നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അവരുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് അത് അവരുടെ ജെനറ്റിക്കലായിട്ട് അവർക്ക് കിട്ടുന്ന കാര്യമാണ്. അത് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അവർക്ക് അങ്ങനത്തെ സ്കിന്നാണുള്ളത്. അതൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്, ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്കിന്നും വളരെ ഹെൽത്തി ആയിട്ടും ഗ്ലോ ആക്കിയിട്ടും നമുക്ക് വെക്കാൻ പറ്റും. കണ്ടിട്ടില്ലേ നമ്മുടെ പല സെലിബ്രിറ്റീസിന്റെ സ്കിന്നെ വളരെ ഗ്ലോയിങ് ആക്കി വെക്കുന്നത്. അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ കാണാം. ഓക്കെ. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് എന്റെ പേര് സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം തൃശ്ശൂർ നടത്തി പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ സ്കിന്ന് ഡാമേജ് ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വിഷപദാർത്ഥങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്? ഭക്ഷണ രീതിയിലൂടെ, അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള പൊല്യൂഷൻ നടന്ന അതിന്റെ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ എല്ലാ സ്കിന്നിലത്തെ എല്ലാ സെല്ലുകളെയും ഡാമേജ് ചെയ്യാണ്. അപ്പൊ സ്കിൻ സെൽസിനെ ഡാമേജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഏജിങ് ആവും. നമ്മുടെ സെല്ലുകൾ, അതായത് സ്കിന്നിലത്തെ പ്രത്യേകിച്ച് സ്കിൻ സെൽസ് ഡാമേജ് ആവുമ്പോൾ നമുക്ക് പ്രായം കൂടുതൽ തോന്നിക്കും. നമ്മുടെ തിളക്കമില്ലാത്ത ചർമ്മമായി മാറും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ അപ്പൊ അതിനെ പറയുന്ന ആ വിഷപദാർത്ഥങ്ങളെ പറയുന്നത് ഫ്രീ റാഡിക്കൽസ് എന്നാണ്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്കൊരു നല്ല, അതായത് അത് ന്യൂട്രലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ നോർമലൈസ് ചെയ്യുക, അത് മാറ്റിയിട്ട് നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആവശ്യമാണ്. അപ്പൊ ഈ ആന്റി ഓക്സിഡൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 3 ദോഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വാത, പിത്ത, കഫ. അതിൽ പിത്തത്തിന്റെ ദോഷം അതായത് പിത്തദോഷം കൂടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ സ്കിൻ ഡാമേജ് ആവുക, അല്ലെങ്കിൽ സ്കിന്നിന്റെ തിളക്കം മങ്ങ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന പിത്തദോഷം കൂടുമ്പോൾ. അപ്പൊ എന്താ, പിത്തദോഷം ദുഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ വിഷപദാർത്ഥം, അതായത് അങ്ങനത്തെ വിഷപദാർത്ഥം അപ്പൊ വിദാഹം ഉണ്ടാക്കുന്നു. വിദാഹം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചൂട് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ പിത്തദോഷം കൂടുമ്പോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിനുള്ളിൽ ചൂടാണ് ഉണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെയാണ് ചൂട് കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ രക്തം അശുദ്ധിയായി മാറാണ്. അത് ശുദ്ധരക്തമല്ലാതെ അശുദ്ധ രക്തമായിട്ട് മാറാണ് സംഭവിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു ആയുർവേദ ആചാര്യം പറയുന്നത് ഈ പിത്തദോഷം കൂടുമ്പോഴുള്ള അവസ്ഥകൾ ഉണ്ടല്ലോ, പ്രോപ്പർട്ടീസ്, അത് വിഷപദാർത്ഥം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയും അതുപോലെ തന്നെ മദ്യം കുടിക്കുമ്പോഴുള്ള അവസ്ഥയും ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നമുക്കറിയാലോ, മദ്യം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും, നമ്മുടെ രക്തം അശുദ്ധമായി തീരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രക്തശുദ്ധി വരുത്തണം നമ്മുടെ ശരീരത്തിൽ. അപ്പൊ പിത്തദോഷം കൂടുമ്പോൾ നമ്മൾ രക്തശുദ്ധിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് സ്കിന്ന് നല്ല രീതിയിൽ മാറ്റം വരുന്നതിന് സഹായിക്കാറുണ്ട്. ഇപ്പൊ രക്തശുദ്ധി. പിന്നെ ഒരു പ്രധാന പ്രശ്നമാണ് മെന്റൽ സ്ട്രെസ്, അതേപോലെ ടെൻഷനൊക്കെ വരുന്ന സമയത്ത്. നമുക്കറിയാം, നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കും, നമ്മളെപ്പോഴും ചിരിച്ചിരിക്കണം അല്ലെ. നമ്മൾ ചിരിച്ചിരിക്കാതെ നമ്മൾ സന്തോഷമായിട്ടിരുന്ന നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഒട്ടും ഒരു എലൈവ് അല്ലാത്ത, ഒരു ജീവനില്ലാത്ത ശരീരം പോലെ ഫീൽ ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ദിവസം, ഒരു രാത്രി നമ്മൾ കരഞ്ഞ് പിറ്റേ ദിവസം നമ്മളൊരു വർക്കിന് പോകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ എന്തായാലും ചോദിക്കും, എന്താ നിനക്കൊരു മുഖത്തൊരു വാട്ടം എന്ന് ചോദിക്കുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദുഃഖം നമ്മുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അതുപോലെ പഴമക്കാർ പറയുന്നുണ്ട്, മുഖമാണ് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയെന്ന്. അപ്പൊ നമ്മളെപ്പോഴും, അത് സത്യമായ കാര്യമാണ്, നമ്മളെപ്പോഴും പ്രസാദം, അതായത് നമ്മുടെ മുഖത്ത് എപ്പോഴും ആ മുഖപ്രസാദം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് നിഴലിക്കും. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലെ സന്തോഷം നമ്മുടെ മുഖത്താണ് നിഴലിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കുക, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ മറന്ന് നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ മറക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അതുപോലെ സംസാരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ വികസിക്കുകയും റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അത് ഏറ്റവും നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ മുഖത്തിന് നല്ല, ഇപ്പൊ ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ, പല ആൾക്കാരും ഫേസിന് മസാജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ്. അപ്പം അത് ചെയ്യാം. പിന്നെ അതിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം.
ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും ഉറക്കം ശരിയാവാത്തത് അവരുടെ മുഖത്ത് നല്ല രീതിയിൽ നിഴലിക്കാറുണ്ട്. ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉറക്കത്തിനെയും ബാധിക്കാറുണ്ട്. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ മുഖത്തിനെയും ശരീരത്തിനെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതെന്തൊക്കെയാണ്? വിറ്റമിൻസും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ഫുഡ് കഴിക്കാം. അപ്പൊ ഞാനിനി ഫുഡ് ഏതൊക്കെ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഒറ്റമൂലിയിലേക്ക് കിടക്കാട്ടോ. അപ്പോൾ നമുക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെ കോമൺ ആയിട്ട് അങ്ങനെയാണല്ലോ. അപ്പൊ അവർക്ക് എന്തൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറയാം. അപ്പൊ ആദ്യമായിട്ട് ഫിഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാവുന്ന ഒരു ഫാറ്റി ഫിഷ് ആണ് അയിലയുണ്ടല്ലോ. അയിലയിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അയില കഴിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഫേസിന്റെ ഗ്ലോക്കും അല്ലെങ്കിൽ ഫേസിന്റെ ഹെൽത്തിനെസ്സിനൊക്കെ അയില നല്ലതാണ്. അയിലയിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് സാൽമൺ ഫിഷ് നിങ്ങൾക്ക് അറിയാലോ, നല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. സാൽമൺ ഫിഷ് വളരെ നല്ലതാണ് സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് കോഴിമുട്ട ഒരിക്കലും വൈറ്റ് ആൻഡ് യെല്ലോ പാർട്ട് അല്ല, അതിൽ വൈറ്റ് മാത്രം എടുക്കണ്ട, അങ്ങനെയല്ല. ഫുൾ ആയിട്ടുള്ള കോഴിമുട്ട ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിലത്തെ ഗ്ലോയ്ക്ക്. കാരണം എന്താ, കോഴിമുട്ടയിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെയാണ് പാലില് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റിങ്കിൾസ്, നമ്മുടെ മുഖത്ത് വരുന്ന ആന്റി ഏജിങ് വരുമ്പോൾ വരുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി റിങ്കിൾസ് വരിക എന്നുള്ളത്, അതൊക്കെ മാറി, അതായത് ചുളിഞ്ഞ ചുളിവുകളൊക്കെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോയിങ് സ്കിന്നാക്കി മാറ്റാനായിട്ട് പാൽ ഉപകരിക്കാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവക്കാഡോന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അവക്കാഡോനെ കുറിച്ച് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാം. അവക്കാഡോ എന്ന് പറയുന്നത് ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അവക്കാഡോയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ കലവറയാണെന്നാണ് അവക്കാഡോ ഫ്രൂട്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവക്കാഡോ വെച്ചിട്ടുള്ള സ്മൂത്തീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ നല്ലതാണ് അവക്കാഡോ. പിന്നെ വരുന്നത് ഓറഞ്ച്. നമുക്കറിയാം വിറ്റമിൻ സിയുടെ ഒരുപാട് വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഒന്നാണ്, ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ വിറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച് ഫ്രൂട്ട് അത്രയും നല്ലതാണ് നമ്മുടെ നമ്മുടെ ഈ സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് നെല്ലിക്ക ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പപ്പായ, ഇതൊക്കെ വളരെയധികം, നെല്ലിക്കും പപ്പായൊക്കെ വളരെ നല്ലതാണ്. പപ്പായ വിറ്റമിൻ ഇ, കെ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, അങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ എലമെന്റ്സ് പപ്പായയിലുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് തക്കാളി ഏറ്റവും നല്ലതാണ്. തക്കാളി പക്ഷെ ഒരു കാര്യമുണ്ട്, തക്കാളി ഒരുപാട് കഴിക്കുന്നതിൽ സ്റ്റോൺ കണ്ടുവരുന്നുണ്ട് കേട്ടോ. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് തക്കാളി തിന്നാവുന്നതാണ് കേട്ടോ. അത് ചുമന്ന തക്കാളി കഴിക്കാൻ നോക്കുക, അതിലാണ് കൂടുതൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ക്യാപ്സിക്കം വളരെ നല്ലതാണ്. ക്യാപ്സിക്കത്തിൽ ഇതുപോലെ ക്യാപ്സിക്കലെ പറയുന്ന പേരാണ് ബെൽ പെപ്പർ കേട്ടോ. വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ് നമുക്ക് കഴിക്കാനായിട്ട്. ബ്രോങ്കോളി, പിന്നെ ക്യാപ്സിക്കം ഒക്കെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ മലയാളീസ് അധികവും കഴിക്കൽ കുറവാണ്. പക്ഷെ എന്നാലും ക്യാപ്സിക്കം ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബ്രോങ്കോളി ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ്, ഈ ചീര, അതേപോലെ മുരിങ്ങയില, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കിന്നിന്റെ നല്ല തിളക്കം ഉണ്ടാവാനും ഹെൽത്തി. അതുപോലെ ഫ്ലാക്സ് സീഡ്, അത് വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. പിന്നെ വരുന്നതാണ് സോയാബീന്റെ സോയ മിൽക്ക്, സോയാബീൻ വെച്ചിട്ടുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. വളരെ നല്ല ഒരു ഇതാണ് വരുന്നത്. പിന്നെ വരുന്ന നട്ട്സിൽ വരുന്നതാണ് ബദാം ഏറ്റവും നല്ലതാണ്. പക്ഷെ കപ്പലണ്ടി ഒരിക്കലും കഴിക്കാതിരിക്കുക. കപ്പലണ്ടി സ്കിന്നിന്റെ ഹെൽത്തിന് അത്ര നല്ലതല്ല. കപ്പലണ്ടി ഒഴിവാക്കി ബാക്കിയുള്ള നട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പ്, ബദാം, അതൊക്കെ നമുക്ക് ശീലിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കുങ്കുമപ്പൂവിനെ കുറിച്ച് കേട്ടോ. നമ്മളിപ്പോ ഗർഭിണികളൊക്കെ ആയവർക്ക് കുട്ടിക്ക് നിറം വെക്കാനും അതുപോലെ അവരുടെ സ്കിന്നിന് ഹെൽത്തി ആയിരിക്കാനൊക്കെ കുങ്കുമപ്പൂ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ കുങ്കുമപ്പൂ എന്ന് വെച്ചാൽ പലതരത്തിലും ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നല്ലതും ചീത്തയും അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കുങ്കുമപ്പൂ ഒന്നുമില്ല, 2 നുള്ള എടുക്കുന്നുണ്ട്, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ പറയുന്ന സംഭവത്തിന്. അപ്പൊ 2 നുള്ള കുങ്കുമപ്പൂവ് ഒരു ശുദ്ധജലത്തിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ച് നമ്മൾ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു കാവി കളറാണ് വരിക. കാവി കളർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരുപാട് കാവി കളർ വരില്ല, അല്ലെങ്കിൽ ഭയങ്കര റെഡ് കളറിലേക്കൊക്കെ പല കുങ്കുമപ്പൂ ഇടുമ്പോഴും കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫേക്കായ പൂവാണ്. ശരിക്കുള്ള പൂവിന് ഒരു ചെറിയൊരു ഇളം കാവി കളറാണ് വരിക. അതായത് ഒരു ചെറിയൊരു പൊടിക്കിരട്ട് എന്നാൽ അത്ര റെഡ് അല്ല, അങ്ങനത്തെയാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. അപ്പൊ കുങ്കുമപ്പൂ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്കിന്നിന്റെ ഗ്ലോക്ക് ആയാലും സ്കിന്നിന്റെ ഹെൽത്തിനാവും ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് ഇപ്പൊ നല്ല കുങ്കുമപ്പൂ ഒന്നും കിട്ടാനില്ല, കിട്ടുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യും കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. ത്രിഫല ചൂർണം ഇതൊരു ഒറ്റമൂലിയാണ് കേട്ടോ. അപ്പൊ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ത്രിഫല ചൂർണം അല്ലെങ്കിൽ നമുക്ക് വര ചൂർണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവൈലബിൾ ആണ്, ഫാർമസികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും.
ഇപ്പൊ ത്രിഫല ചൂർണ്ണമുണ്ട്, ത്രിഫലാദി ചൂർണ്ണമുണ്ട്. ഇതിൽ ഞാൻ എടുക്കാൻ പറഞ്ഞത് ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ, അത് മറക്കരുത്. അത് 1 ടീസ്പൂണ് പശുവിൻ നെയ്യും കൂടി ചേർത്ത് അത് 1 ടീസ്പൂൺ ചേർക്കുക. അത് 2 ടീസ്പൂൺ തേനിൽ ചാലിച്ചിട്ട്. അപ്പൊ എന്താണ് 2 ടീസ്പൂൺ തേൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും തേൻ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ, എപ്പോഴും ഒരേ ഈക്വൽ എമൗണ്ട് ആവാൻ പാടില്ല, കൂടുതലായിട്ട് എടുക്കണം. അപ്പൊ 2 ടീസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വെറും വയറ്റില് ഇത് കഴിക്കാനായിട്ട്. ഇത് വളരെ നല്ലൊരു ഇതാണ്, നമുക്ക് ഡെയിലി ഇത് കഴിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോയ്ക്കൊക്കെ അത്രയും നല്ലതാണ്. കാരണം ത്രിഫല അടങ്ങിയതായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്, നെല്ലിക്ക, താനിക്ക, അങ്ങനത്തെ എല്ലാ ഒരു ത്രിഫലയാണ്, 3 ഫലങ്ങളോട് കൂടിയതാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ്. ഹരിതക്കി, അമ്ലക്കി, വിഭീതക്കി, അത് 3ആണ് നമ്മുടെ സാൻസ്ക്രിറ്റിൽ പറയുന്ന 3 ഫലങ്ങൾ. അപ്പൊ അത് അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ സ്കിൻ ഗ്ലോ വരുത്താനും ഒക്കെ. അപ്പൊ നമുക്ക് അതൊരു ശീലമാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ ഗ്ലോ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു നല്ലൊരു ഒറ്റമൂലിയാണ്. പിന്നെ നമുക്ക് ചില ഫേസ് അപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് വേണ്ടത് നമുക്കറിയാം കറ്റാർവാഴ. കറ്റാർവാഴ വെറുതെ തിന്നുന്നത് വരെ നല്ലതാണ്. കറ്റാർവാഴ വെജിറ്റബിൾ ആയിട്ട്, കാരണം അതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വെറുതെ പേസ്റ്റ് രൂപേണ നമ്മുടെ അതിന്റെ തൊലി കളഞ്ഞ് കുറച്ചു നേരം വെച്ചുകൊണ്ടിരിക്കുക. കാരണം അതിന് മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം ഉണ്ട്, അത് പോയതിനു ശേഷം അരമണിക്കൂർ വെച്ചിട്ട് അത് പോയതിനു ശേഷം മാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിന്റെ പേസ്റ്റ് എടുത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ അതേപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഫേസ് അപ്ലൈ ചെയ്യുക? അപ്പൊ നമ്മൾ പേസ്റ്റ് എടുക്കുക കറ്റാർവാഴയുടെ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുക്കുംബർ ഇല്ലേ, തൊലി കളഞ്ഞ കുക്കുംബർ, അതിന്റെ കൂടെ പേസ്റ്റ് രൂപേണ മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് ആ പേസ്റ്റ് നമ്മൾ ഇതേപോലെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യുക. എവിടേക്കാണ് നമുക്ക് അത്യാവശ്യമുള്ള അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വളരെ നല്ലതാണ് സ്കിൻ ഗ്ലോ ആക്കി വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനും. പിന്നെ വരേണ്ട അടുത്തൊരു റെമഡി അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കടലമാവ്. കടലമാവ് ആവശ്യത്തിന് എടുക്കുക, ഒരു ടീസ്പൂണോ അത്ര എടുത്താൽ മതി. പിന്നെ തേൻ ആവശ്യത്തിന്, പിന്നെ അതേപോലെ തൈര്. ഇത് 3ഉം കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് സ്കിൻ ഗ്ലോ ആക്കി വെക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ എപ്പോഴും ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാതിരിക്കുക. നമ്മുടെ ഈ അലോവേര കുക്കുംബർ നമുക്ക് ഡെയിലി ചെയ്യാം, പക്ഷെ കടലമാവ് ഉള്ളത് കൊണ്ട് ഡെയിലി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓരോ സ്കിന്നനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതൊരു വൈദ്യ സഹായത്തോട് അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ സ്വയം ചികിത്സ ചെയ്യരുത്. ഡോക്ടർക്ക് മാത്രമാണ് കറക്റ്റ് നിങ്ങളുടെ സ്കിൻ എന്താ, നിങ്ങളുടെ സ്കിൻ എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാമെന്ന് അറിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഒറ്റമൂലികളും ഒരുപാട് അറിവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബൈ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. അപ്പൊ ബൈ, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.